അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാന്നല്ല നിങ്ങളുടെ വിഷയം. ഞാൻ ഓർത്തു നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ കാര്യമൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും അകത്തു നിന്നൊരു ചോദ്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്താണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു പൊസിഷനിലെത്തുമ്പോൾ നമുക്കത് തോന്നും. ചിലപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ഫ്രണ്ട്സിന് വേണ്ട ക്വാളിറ്റി എന്നാണ് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയണം. എനിക്ക് അനുഭവം ഉണ്ട്. ഞാനിപ്പോൾ അയലോക്കം കാര്യങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നല്ലതാണോ ചീത്തയാണോ, അവരുടെ സ്വഭാവമുണ്ടോ. ഇപ്പോൾ ഇവിടെ കുറ്റം പറഞ്ഞു, പിന്നെ അവിടെ പോയി കുറ്റം പറഞ്ഞു, എന്നിട്ട് അവരായിട്ട് കൂട്ടുകൂടുന്നു, പിന്നെ നമ്മളോടുമായിട്ട് അവരുടെ കുറ്റം പറഞ്ഞു, അവരോട് കൂട്ടുകൂടുന്നു. അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. നമ്മളെ വിശ്വസിക്കണം. എന്തൊരു ഇതിൽ വന്നാലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കണം എന്നാണ് ഉള്ളൂ. വേറെ എന്തിനേക്കാളും നമുക്കൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനാണ് നമ്മളുടെ വിഷമങ്ങൾ അവരോട് പറയാൻ പറ്റണം. അവർക്ക് കുഞ്ഞ് ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ അവരത് പാട്ടാക്കാൻ പാടില്ല. നമ്മൾ ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രമാത്രം, ആ ഫ്രണ്ട്സിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് ബോയ് ഫ്രണ്ട് ആയാലും ഒരു ഗേൾ ഫ്രണ്ട് ആയാലും ആരായാലും ഇപ്പോഴത്തെ കാലം അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ നമ്മളെ പല ചതിയിലൂടെയും വീഴ്ത്താൻ ശ്രമിക്കും. എനിക്ക് കുറച്ചൊക്കെ അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ കാര്യമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. പക്ഷേ അതത്ര ഇതാവരുത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്കൊരു തമാശ രീതിയിൽ അവരെല്ലാവരോടും പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ലൈഫ് അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തന്നെ അനുഭവിക്കുന്നത്, അവർ കളിയാക്കിയാലും നമ്മുടെ ധൈര്യം സമ്മതിച്ച് നമ്മളെ നിൽക്കണം. ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു തെറി വിളിച്ചു, നമ്മളെ അച്ഛനും അമ്മയും നല്ല പേര് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ നമ്മളെ തെറി വിളിച്ചാൽ നമുക്ക് അതിന് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നല്ല പേരിട്ട് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെന്നാ ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്, നമ്മളെന്നാ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് തോന്നില്ല, അയ്യോ ഞാൻ ആ ഡിസിഷൻ എടുത്തത് തെറ്റാണല്ലോ എന്ന്. അതിനേക്കാളും ഭേദമാണ് നമ്മൾ നേരത്തെ ഇവരെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ പല അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ വഴക്കുണ്ടായി പോകും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തട്ടലും മുട്ടലും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു ഡിസിഷൻ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.